ഞാൻ ഈ കാര്യത്തിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു തീരുമാനത്തെയും തിരിച്ചും മറിച്ചും കാണുന്നില്ല. തിരുവനന്തപുരത്തെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കണം എന്നുള്ളൊരാവശ്യമാണ്. അവിടെ കുറേ പ്രശ്നങ്ങളുണ്ടായി. അത് എക്കാലത്തും അങ്ങനെ ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ കാര്യക്ഷമമായ ഇടപെടുകയും പരിഹരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒന്ന്, ചില സ്ഥലങ്ങളിലൊക്കെ പൈപ്പ് പൊട്ടുന്നു. അതൊക്കെ ഒരു നിരന്തര സംഭവമായിട്ട് മാറുക. അപ്പോൾ കാലപ്പഴക്കമുള്ള പൈപ്പുകളെല്ലാം മാറിക്കൊണ്ടുവരുന്നതിനൊരു സമയം എടുക്കും. എന്നാൽ അതിനോടൊപ്പം തന്നെ ഉണ്ടാകുന്ന ഈ ലീക്ക്, മറ്റു പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടി വന്ന കുറച്ച് മണിക്കൂറുകൾ നേരത്തേക്കൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, മേയർ ആ കാര്യത്തിൽ ഇടപെട്ട് എന്നോട് സംസാരിച്ചു. ഞാനും മേയറുമായിട്ട് തന്നെ രാത്രി സംസാരിച്ചു. അപ്പോൾ എന്നോട് ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടു എന്നുള്ള എൻ്റെ കാര്യത്തോട് അദ്ദേഹം യോജിക്കുകയായിരുന്നു ചെയ്തത്. ഇനി എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ പരിഹരിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുന്നുണ്ടെന്ന് ഞാൻ അദ്ദേഹത്തെ അറിയിച്ചു. മന്ത്രി ശിവൻകുട്ടി, അദ്ദേഹമാണ് തന്നെ തിരുവനന്തപുരം ജില്ലയുടെ ചാർജുള്ള മന്ത്രിയാണ്. മാത്രമല്ല, അവിടുന്ന് ഒരു സീനിയറായിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. അദ്ദേഹം 2 തവണ ഇതുമായി ബന്ധപ്പെട്ട് മീറ്റിംഗ് വിളിച്ചു ചേർത്തു. ആ മീറ്റിംഗ് ഇന്നിപ്പോൾ ഒരു മീറ്റിംഗ് കൂടി എടുത്തിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ശിവൻകുട്ടി മന്ത്രിയുടെ മീറ്റിംഗ് ഇന്നും കൂടെ നടന്നിട്ടുണ്ട്. മാത്രമല്ല, MDക്ക് നിർദ്ദേശം കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ MD ഒരു യോഗം MD തന്നെ വിളിച്ചു ചേർത്തിട്ടുണ്ട്. ജോയിൻറ്റ് MD 3 യോഗങ്ങൾ വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ടില്ല ഒരു കൺട്രോൾ റൂം വാട്ടർ അതോറിറ്റിയുടെ ആയിട്ട് തിരുവനന്തപുരത്ത് തുറക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, കൺട്രോൾ റൂം. അതുപോലെ തന്നെ ഓരോ സെക്ഷൻ ഓഫീസിലും ഓരോ പ്രത്യേക സ്പെഷ്യൽ സ്ക്വാഡുകൾ രൂപപ്പെടുത്തിയിട്ടുണ്ട്. എവിടെയെങ്കിലും ഒരു തകരാറുണ്ടെന്ന് കണ്ടാൽ ഇമ്മീഡിയറ്റ് ഇടപെടാൻ ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളാണ് അതിൻ്റെ ഭാഗമായി കൊടുത്തിട്ടുള്ളത്. പൊങ്കാലയുമായി ബന്ധപ്പെട്ടിട്ട് വെള്ളം എത്തിക്കുന്നതിന് കൂടുതലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് കൊണ്ടുവരേണ്ട കോർപ്പറേഷനാണ്. ഒപ്പം വാട്ടർ അതോറിറ്റിയുടെ നിലവിലുള്ള ടാങ്കറുകൾ എവിടെയെങ്കിലും വെള്ളത്തിന് കുറവുണ്ടെങ്കിൽ വെള്ളം എത്തിച്ചു കൊടുക്കുന്നതിന് ആവശ്യമായ നടപടിയും ഇതിൻ്റെ ഭാഗമായി തന്നെ സ്വീകരിക്കും. അത് കോർപ്പറേഷനുമായിട്ടൊക്കെ ആലോചിച്ചാണ്. അതങ്ങനെ വേണമല്ലോ പോകാൻ. അവിടെ നടക്കുന്ന ഒരു പൊതുപരിപാടിയിൽ, പൊതുചടങ്ങിൽ, വിഷയങ്ങളിൽ, കുടിവെള്ള വിതരണ രംഗത്തൊന്നും ഒരു രാഷ്ട്രീയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കണ്ടിട്ടില്ല, ഈ ഗവൺമെൻറ് കണ്ടിട്ടില്ല. അതൊന്നും പ്രശ്നമല്ല. ഞാൻ മേയറുമായിട്ട് സംസാരിച്ചു. മേയർ എന്നെ വിളിച്ചിരുന്നു. അതൊക്കെ ആ നിലയിലേ മുന്നോട്ട് പോകുകയുള്ളൂ. ഇന്നിപ്പോൾ ഒരു പരാതി കിട്ടി. ആ ഒരു പരാതി പരിഹരിക്കാനുള്ള നടപടി ഇമ്മീഡിയറ്റ് ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാവില്ല. അത് ഉറപ്പുവരുത്താനുള്ള ആവശ്യം. ലക്ഷക്കണക്കിനും അതിനേക്കാളേറെയും ജനം വരുന്ന ശബരിമലയിൽ കുടിവെള്ള വിതരണം എത്ര കൃത്യമായിട്ടാണ് നമ്മൾ ചെയ്തത്. ഇതിപ്പോൾ ഒരു ദിവസത്തിൻ്റെ കാര്യമല്ലേ. ശബരിമലയിൽ വരുന്ന ഭക്തജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകാത്ത വിധത്തിൽ എത്രയോ ശ്രദ്ധേയമാക്കിയാണ് നമ്മൾ ചെയ്തത്. മാത്രമല്ല, ടാങ്കർ ലോറികളിൽ ശബരിമലയിൽ കുടിവെള്ളം എത്തിയിരുന്നൊരു ഘട്ടം മാറി നിലയ്ക്കൽ ബേസിൽ വാട്ടർ അതോറിറ്റി തന്നെ നേരിട്ട് വെള്ളം എത്തിക്കത്തക്ക നിലയിൽ സ്വയം പര്യാപ്തത ആർജിച്ചൊരു ഘട്ടമായിരുന്നില്ല കടന്നു പോയത്. ഒരു ചരിത്ര നേട്ടം നിർവഹിച്ച ഘട്ടമാണിത്. അപ്പോൾ പരിമിതികളുണ്ടെങ്കിൽ പോലും പൊങ്കാലയ്ക്ക് എത്തുന്ന ഭക്തജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിലുള്ള വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തുള്ള ഇടപെടലുണ്ടാവും. അതിനാവശ്യമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതിനാണ് ഒരു കൺട്രോൾ റൂം തുറന്നു. ഓരോ സെക്ഷൻ ഓഫീസും കേന്ദ്രീകരിച്ച് സ്പെഷ്യൽ സ്ക്വാഡ് രൂപീകരിച്ചു. MDയുടെയും ജോയിൻറ്റ് MDയുടെയും നല്ല നിർദ്ദേശവും നിയന്ത്രണവും അതിനകത്തുണ്ടാകും. പിന്നെ കോർപ്പറേഷനുമായി സഹകരിച്ചാണ് ഈ കാര്യങ്ങളെല്ലാം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇക്കാര്യത്തിലൊരു ഇല്ല, അങ്ങനെയൊന്നും ഇല്ലെന്ന്. കുടിവെള്ളത്തിന് ഇല്ല, ഞാൻ അതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നില്ല. കുടിവെള്ളത്തിൻ്റെ കാര്യത്തിൽ രാഷ്ട്രീയവൽക്കരണം ആവശ്യമില്ല. അങ്ങനെ ചെയ്യാനും പാടില്ലല്ലോ, ഒരിക്കലും ഉണ്ടാവില്ല. എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നോ ഈ ഗവൺമെൻറ് ഭാഗത്തുനിന്നോ ഉണ്ടാകില്ല. അല്ല, അത് കോർപ്പറേഷൻ ചെയ്യേണ്ടത് കോർപ്പറേഷൻ ചെയ്യണം. കോർപ്പറേഷൻ ഞങ്ങളും കോപ്പറേറ്റ് ചെയ്യാന്നുള്ളതാണ് ഇപ്പോൾ ആവശ്യം. അത് നല്ലോണം കോപ്പറേറ്റ് ചെയ്താണ് ഇപ്പോൾ പോകുന്നത്. ഇന്നലെ രാത്രി സംസാരിച്ചപ്പോഴും ഇന്ന് രാവിലെ ഞാൻ സംസാരിച്ചപ്പോഴും ഞാനിപ്പം ഞങ്ങളുടെ ജോയിൻറ്റ് MDയോട് സംസാരിച്ചു. കോർപ്പറേഷനുമായിട്ട് ആലോചിച്ചാൽ പോകുന്നത് ആ കാര്യത്തിലെല്ലാം സുവ്യക്തത വരുത്തിയിട്ടുണ്ടെന്ന് എന്നോട് ജോയിൻറ്റ് MD സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ ഈ കുടിവെള്ള വിതരണത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ പ്രശ്നം ഉണ്ടാകേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു പ്രശ്നം ഇപ്പോഴും ഉണ്ടായില്ലല്ലോ. പൊങ്കാല നാളെയല്ലേ. പൊങ്കാലയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടായില്ലല്ലോ, ഉണ്ടാവുകയോ ഇല്ല. ഇതൊക്കെ അതിന് മുമ്പേ വന്നിരിക്കുന്ന ചില പ്രശ്നങ്ങളല്ലേ ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത്. പൊങ്കാലയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കുക എന്നുള്ളത് എല്ലാവരുടെയും ആവശ്യമാണ്. എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും ഭാഗത്തു നിന്ന് ഏത് തരത്തിലുള്ള സഹകരണം ഇതിനകത്തുണ്ടാകും. എവിടെയെങ്കിലും ഉണ്ടായാലും അത് കൃത്യമായി അന്വേഷിക്കാനാണ് ഈ സ്ക്വാഡുകളും കൺട്രോൾ റൂമൊക്കെ തുറന്നിരിക്കുന്നത്. ഇപ്പോൾ ഒരു പരാതി കിട്ടിയെന്ന് പറഞ്ഞ നിമിഷം അത് പരിഹരിക്കാൻ ആവശ്യം നടപടികളായി ഇപ്പം നീങ്ങുക. അപ്പോൾ അതെല്ലാം സുരക്ഷിതമായി നന്നായിട്ട് പോകാൻ കഴിയട്ടെ. പൊങ്കാലയ്ക്ക് നല്ല നിലയിൽ സൗകര്യം ചെയ്തു കൊടുക്കാനുള്ള എല്ലാ തലത്തിലുള്ള കാര്യം ആത്മാർത്ഥമായിട്ട് ചെയ്യും. ഓക്കെ.